വാദിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൈസൂർ പാലസ്. മൈസൂർ പോകുമ്പോൾ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആണ് ഇന്ന് ഈ മൈസൂർ പാലസ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് നിരവധി വിസിറ്റേഴ്സാണ് ദിവസവും മൈസൂർ പാലസ് കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗ്രാമങ്ങളിലൂടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൈസൂർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മൈസൂർ പാലസാണ് സന്ദർശിച്ചത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. എല്ലാ ദിവസവും ഒരുപോലെ സന്ദർശകരുടെ തിരക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൈസൂർ പാലസ്. മൈസൂർ നഗരത്തിൻ്റെ മധ്യത്തിലായി ചാമുണ്ഡി ഹിൽസിന് അഭിമുഖമായിട്ടാണ് മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. പാലസിലോട്ടുള്ള പ്രവേശനം ടിക്കറ്റ് മുഖേനയാണ്. 120 രൂപയാണ് സാധാരണ ആളുകൾക്ക് ടിക്കറ്റ് ചാർജ്, കുട്ടികൾക്ക് 60 രൂപയും. അത് വിദേശികൾക്കാണെങ്കിൽ അതിലേറെ ചാർജ് കൂടുന്നുമുണ്ട്. പിന്നെ കൊട്ടാരത്തിനകത്തേക്ക് പാദരക്ഷകൾ അനുവദനീയമല്ല. അന്നത്തെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാദിയാർ 1897 പണി തുടങ്ങി 1912 പണി കഴിപ്പിച്ച അതിമനോഹരമായ ഒരു കൊട്ടാര സമുച്ചയമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മൈസൂർ പാലസ്. വൈവിധ്യമാർന്ന അലങ്കാര വിദ്യകളും ചിത്രപ്പണികളും പിന്നെ കൽത്തൂണുകളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ മൈസൂർ കൊട്ടാരം. അതുകൊണ്ട് തന്നെയാണ് വിദേശികളെ ഏറ്റവും അധികം ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള കാരണവും. മുമ്പൊന്നും മൈസൂർ പാലസിനകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. കൊട്ടാരത്തിനകത്ത് ചുവരുകളിലായിട്ട് മൈസൂർ രാജവംശത്തിലെ പല അംഗങ്ങളെയും ചിത്രപ്പണികൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന കരകൗശല വസ്തുക്കൾ, അത് മരത്തിലും ആനക്കൊമ്പിലും എല്ലാം പണിത മനോഹരമായ കരകൗശല വസ്തുക്കൾ അത് നമുക്ക് കാണാം കൊട്ടാരത്തിനകത്ത്. അതിൽ തന്നെ ഏറ്റവും അധികം ആകർഷണമായത് ആനക്കൊമ്പിൽ തീർത്ത വാതിൽക്കട്ടിലും പിന്നെ സിംഹാസനങ്ങളും ഉള്ളത് ആണ്. അതുപോലെ മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാദിയാരുടെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് തീർത്ത പ്രതിമയും ഇതിനകത്തുണ്ട്. ഇംഗ്ലീഷുകാരനായ ഹെൻറി ഐവനാണ് ഈ കൊട്ടാരത്തിൻ്റെ ആർക്കിടെക്റ്റിന് പിന്നിൽ. അതുകൊണ്ട് തന്നെയാവും ഒരുപാട് വിദേശികൾ ഈ ഒരു കൊട്ടാരം വിസിറ്റ് ചെയ്യാനായിട്ട് ദിവസേന ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്.
അതുകൂടാതെ കൊട്ടാരം വക അമ്പലവും ഈ കൊട്ടാരത്തിൻ്റെ പ്രവേശത്തായിട്ട് ഉണ്ട്. മൈസൂർ പാലസ് നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. കണ്ണിന് കുളിർമേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞു. കരകൗശല വസ്തുക്കളും കൽപ്പണികളും പിന്നെ ചുമർചിത്രങ്ങളും അങ്ങനെ ഒരുപാട്. മൈസൂർ പാലസ് കാണാത്തവരായിട്ട് അധികമാരും ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും മൈസൂർ പാലസ് ഇതുവരെ കണ്ടില്ലെങ്കിൽ അടുത്ത യാത്ര മൈസൂരിലേക്ക് ആക്കിക്കോളൂ. അപ്പോൾ മൈസൂർ കൊട്ടാരത്തിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.